Okay. Today we'll be dealing with the feminism, postmodernism, postmodernism and modernism. Then we will look at also that essay, Elaine Showalter's essay. Um, so I'll begin actually with the feminism. നമ്മൾ ഓൾറെഡി ഫെമിനിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ആ എസ്സേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ പോലെ. സോ അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എസ്സേയിലേക്കും മോഡേണിസ്റ്റിലേക്കും പോസ്റ്റ് മോഡേണിസ്റ്റിലേക്കും പോവാം. ഓക്കെ. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ഇഫ് യു കൺസിഡർ ഇറ്റ് ആസ് എ തിയററ്റിക്കൽ ഡിസ്കോഴ്സ്, we know that actually the history of feminist criticism is not much long. Like it has only a two centuries history. It began in the end of the 18th century, 18th century. Like the most prominent work, if you're looking at the history itself, might be Mary Wollstonecraft's A Vindication of the Rights of Women, which was published in 1792, which was actually the most significant work, kind of a significant work which we can actually identify in the history of the feminist literary criticism. Something like a critical work which actually focuses on the issues of women, or maybe something that is written exclusively for women. I mean, addressing the issues of women, especially pointing at some of the aspects like the rights of women, or maybe the subjectivity or identity of women in the society. So kind of a representation of women was first addressed by Mary Wollstonecraft. Then there are like followers of Wollstonecraft, or maybe people who were inspired by Wollstonecraft's work. സോ നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ടും ലിറ്റററി തിയറി എന്ന രീതിയിൽ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം നോക്കുമ്പോൾ അപ് ടു 1960s വരെയുള്ള ഒരു കാലഘട്ടം ശരിക്കും അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല. മോർ ദാൻ ദാറ്റ്, ഇറ്റ് വാസ് നോട്ട് an organized period for feminist criticism. It was kind of an evolving period. Like we find a couple of writers coming up in different instances of time. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർലി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി തിയറി എന്ന് പറയുന്ന ഒരു ജാനർ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 1960s വരെയുള്ള സമയത്തെ നമ്മളൊരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിന്റെ ഒരു ഇവോൾവിംഗ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ മേജർ ആയിട്ട് 3 റൈറ്റേഴ്സിനെയാണ് നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത്. ഒന്ന് മേരി വൂൾസ്റ്റൺക്രാഫ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരുടെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന വർക്ക് മേരി വൂൾസ്റ്റൺക്രാഫ്റ്റിന്റെ. രണ്ടാമത്തെ വർക്ക്, മേരി വൂൾസ്റ്റൺക്രാഫ്റ്റിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാം, മേരി ഷെല്ലിയുടെ മദറാണ്. ഓക്കെ. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ സബ്ജക്ഷൻ ഓഫ് വിമൻ എന്ന് പറയുന്ന ഒരു വർക്കാണ്. ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1869. Then another one, അമേരിക്കൻ മാർഗരറ്റ് ഫുള്ളറിന്റെ വിമൺ ഇൻ 19th century എന്ന് പറയുന്ന 1847 45 വർക്കാണ്. 1 second. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് early phase of feminist literary criticism was like most of the writers or most of the proponents of the early feminism were political activists. കാരണം നമുക്കറിയാം, ഒരു they had to actually create a kind of a theoretical ground in order to proceed with any kind of ideologies. സോ അതിന്റെ ഭാഗമായിട്ട് അവർ ടേക്കപ്പ് ചെയ്ത ഇഷ്യൂസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും വളരെ ബേസ് ലൈൻ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് അവർ അഡ്രസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിമൻ റൈറ്റ് ടു വോട്ട് പോലുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിലും വളരെ ബേസ് ലൈനിലുള്ള ഈവൻസും അതുപോലെ തന്നെ റൈറ്റ്സുമാണ് അവർ അഡ്രസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് നമുക്കറിയാം, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ലൈക്ക് എലീറ്റ് ക്ലാസ്സിനെ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് ആയിരുന്നു. അത് പിന്നീട് അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്, കാരണം പല കാറ്റഗറി ഓഫ് വിമൻ ഉണ്ട്. അതിലെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് ആയിരുന്നില്ല ഫെമിനിസം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടാണ് ശരിക്കും ആദ്യം നമ്മൾ ഫെമിനിസത്തിന്റെ തുടക്കത്തെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെ റെപ്രസെന്റേഷൻ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും സ്ട്രൈവ് ചെയ്തിരുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഏർലി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ. അടുത്ത ഫേസ് എന്ന് പറയുന്നത്, മേജർ ഫേസ് എന്ന് പറയുന്നത് 1920s മുതൽ 40s വരെയുള്ള ടൈമാണ്. We know that this was also the time of modernism. Modernism came to its peak around 40s after the Second World War.
And during this time, we have these significant writers like Virginia Woolf, whose Room of Unsown, which was published in 1929, was one of the milestones in feminist criticism. An important precursor of feminist criticism, we can call it, because മോഡേണിസത്തിന്റെ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സിനെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഫെമിനിസത്തിലേക്ക് ഫെമിനിസം എന്ന തിയററ്റിക്കൽ ഡിസ്കോഴ്സിലേക്ക് കടന്നു വന്ന ആളാണ് ശരിക്കും വെർജീനിയ വൂൾഫ്. പ്രത്യേകിച്ച് ലൈക്ക് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ ഏർലി ഹിസ്റ്ററിയിലെല്ലാം പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് വിമൻ ആസ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. പക്ഷേ when it comes to the writers like Virginia Woolf അല്ലെങ്കിൽ activists like Virginia Woolf, you find that like women being represented, women started to represent themselves as an individual, അല്ലെങ്കിൽ they started to fight for their own space, personal space. Like they started to seriously consider themselves as writers, and they started to seek for their own space in the society. സോ അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക, ഒരു മുൻഗാമി എന്നൊക്കെ പറയാം ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ പിന്നീട് കാണുന്ന എലൻ ഷോവാൾട്ടറിനെ പോലുള്ള ആക്ടിവിസ്റ്റുകൾക്കൊക്കെ ഒരു മുൻഗാമി എന്ന രീതിയിലാണ് ശരിക്കും വെർജീനിയ വൂൾഫ് അപ്പിയർ ചെയ്യുന്നത്. സോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് റൂം ഓഫ് ഫണ്ട്സ് ഓൺ, നമുക്കറിയാം ക്രിട്ടിക്കൽ എസ്സേ ആണ് റൂം ഓഫ് ഫണ്ട്സ് ഓൺ. They mainly question the patriarchal society dominated, patriarchy, social system are basically attack ചെയ്തിരുന്നത്. They have already identified that the root cause, or maybe the reason behind most of the problems that appears to women are actually the social system or the structure of society, the hierarchy of the society, which is basically laid on patriarchal norms. So they started to question, or maybe they started to address the issues of a patriarchy or patriarchal society. വെർജീനിയ വൂൾഫിന് ശേഷം ആണ് ശരിക്കും ഫെമിനിസത്തിന്റെ ഒരു പ്രോമിനന്റ് ഫേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൈൻഡ് ഓഫ് എൻ ഇനിഷിയേഷൻ ഫോർ ദി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, വിച്ച് വി ക്വൈറ്റ് ഓഫൺ കൺസിഡർ ടു ബി ദ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം. ദ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 60s മുമ്പ് വരെയുള്ള, നമ്മൾ പറഞ്ഞ ഏർലി ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫെമിനിസ്റ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ ഏർലി ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. സെക്കൻഡ് വേവ് ആക്ച്വലി സ്റ്റാർട്ടഡ് വിത്ത് 1950s, and one of the most important work that we might believe to be to have kicked off the second wave feminism is actually Simone de Beauvoir's Second Sex, which was published in 1949. Second Sex by Simone de Beauvoir. ബോവയെ സംബന്ധിച്ചിടത്തോളം മേജറായിട്ടും രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് cultural identification of women as merely the negative object or other to man as dominating subject. See, നാം ഓൾറെഡി പറഞ്ഞു 40s വരെയുള്ള വെർജീനിയ വൂൾഫിന്റെ ടൈമിൽ നമ്മൾ കണ്ടു, they started to take up issues of women as an individual, like they started to address themselves as individuals seeking space for themselves in the society. So ഇവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ്, അതായത് വിമനെ അവരുടെ ഒരു സ്പേസിന്, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലുള്ള അവരുടെ സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിംഗ് ആണ് ശരിക്കും ഈ സിമോൺ ഡി ബോവാറുടെ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ഈ വർക്കിൽ നമ്മൾ കാണുന്നത്. കൾച്ചറൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് വിമൻ ആസ് അതായത് ദേ ഫോട്ട് അഗെയിൻസ്റ്റ് ദ കൾച്ചറൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് വിമൻ ആസ് മിയർലി എ നെഗറ്റീവ് ഒബ്ജക്ട് ഓർ അതർ, കൈൻഡ് ഓഫ് എൻ othering. There was always a kind of an othering that is quite inherent to the system itself. Like if you look at the whole literary scenario itself, the works which were published around that time, we can find that the representation of women was always under representation, not actually a mainstreamed character we can find. Hardly we find mainstream characters in fictions written during that time. So our othering-നെതിരെയാണ് ശരിക്കും ആദ്യത്തെ അവരുടെ ആ ഒരു ടെക്സ്റ്റിൽ അവർ മെയിൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത്, they actually, basically Simone de Beauvoir actually reacted against the great collective myths of women in the works of male writers. നമ്മളൊരു 40s എത്തുമ്പോഴത്തേക്ക്, അത് സെക്കൻഡ് വേവിന്റെ ഒരു സമയത്തേക്ക് അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു എന്താ പറയണേ, ഒരു ഡയമെൻഷനിൽ നിന്ന് മാറിയിട്ട് they started to look at the literature, because ലിറ്ററേച്ചർ ആയിരുന്നു ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ലിറ്ററേച്ചർ ആണ്. വിമൻ ബീങ് റെപ്രസെന്റഡ് in literature in different periods of time. Like നമ്മൾ നോക്കുവാണെങ്കിൽ ഏത് കാലഘട്ടം എടുത്താലും റെപ്രസെന്റേഷന്റെ ഏറ്റവും വലിയ മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എപ്പോഴും ലിറ്ററേച്ചർ ആണ്. വെദർ ഇറ്റ് ഈസ് പോയിട്രി ഓർ ഡ്രാമ ഓർ നോവൽ ഓർ എസ്സേസ്, whatever may be the platform or medium of representation, it was literature actually which dominated across the centuries, or maybe across the time, if you are looking at the process of representation. So ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ
they started to look at literature very closely and found out that the representation of women in literature, especially before 1950s, before the feminism became as a kind of a sensitizing ideology or maybe a movement, there was a kind of a myth of women recurrently appearing in various forms of fiction. So ആ ഒരു മിത്തിനെ അവർ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ബേസിക്കലി പറയുവാണെങ്കിൽ they started to look at literature and try to discern the kind of representation of women that was there in literature. ഇതിന്റെ ഒരു അമേരിക്കൻ വേർഷൻ എന്ന് പറയുന്നത്, സിമോൺ ഡിബോ was a French feminist. When it comes to the American feminism, one second. When it comes to American feminism, major ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് മേരി എൽമൻ ആണ്. അവരുടെ തിങ്കിങ് അബൌട്ട് വിമൻ എന്ന് പറയുന്നത് 1968 ഒരു വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ കേറ്റ് മില്ലറിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് ഉണ്ട്. സെക്ഷൽ പൊളിറ്റിക്സ് കുറച്ചുകൂടി സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്, അതുപോലെ കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ്. സോ അതിൽ സെക്ഷൽ പൊളിറ്റിക്സിലെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ സെക്ഷൽ പൊളിറ്റിക്സിൽ ദേ സ്റ്റാർട്ടഡ് ടു ലുക്ക് അറ്റ് more theoretically the issues of women, or maybe the feminist, the issues that feminism started to take up. They started to look at these issues more like an ideological problem. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളിലെല്ലാം ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ എല്ലാവരുടെയും അപ്രോച്ചിൽ നമ്മൾ കാണുന്നത്. By politics, Millett signifies mechanisms that express and enforce the relationship of power in society. See, like ഒരു വളരെ സർഫസ് ലെവലിലുള്ള ഒരു ക്രിറ്റിസിസം അല്ല, മറിച്ച് they started to look at society as a very strong, very well organized patriarchal system in which power is being held by the male counterparts. സോ ആ രീതിയിലുള്ള ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ലോജിക്കിലേക്കുള്ള സൊസൈറ്റിയുടെ ഒരു ഫങ്ഷണൽ ലോജിക്കിലേക്കുള്ള ഒരു കൈൻഡ് ഓഫ് അനാലിസിസ് ആണ് ഈ വർക്കുകളിലെല്ലാം കാണുന്നത്. പൊളിറ്റിക്സ് എന്നതുകൊണ്ട് മില്ലറ്റ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് സിഗ്നിഫൈസ് എ മെക്കാനിസം ദാറ്റ് എക്സ്പ്രസസ് ആൻഡ് എൻഫോഴ്സസ് എ റിലേഷൻഷിപ്പ് ഓഫ് പവർ ഇൻ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ പവർ എൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ എനാക്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തെയാണ് അവർ ശരിക്കും പൊളിറ്റിക്സ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഷീ അറ്റാക്സ് ദ മെയിൽ ബയസ് ഇൻ ഫ്രോയിഡ് സൈക്കോഅനലിറ്റിക്കൽ തിയറി. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ശരിക്കും സൈക്കോ അനാലിസിസ്, ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിനെ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ട് വായിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടിയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു തുടക്കം ശരിക്കും സെക്ഷൽ പൊളിറ്റിക്സിലാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ലൂഷി എറിഗയുടെ ഒക്കെ വർക്കിലേക്ക് വരുമ്പോൾ ഫാലോസെൻട്രിസം എന്നൊക്കെ പറയുന്ന ആസ്പെക്റ്റിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കേറ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സിൽ ദേ ആക്ച്വലി ഇനിഷ്യേറ്റ് എ കൈൻഡ് ഓഫ് എ ക്രിട്ടിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് സൈക്കോ അനാലിസിസ്. എസ്പെഷ്യലി ഫ്രോയിഡിന്റെ ഈറോസെൻട്രിക് ആയിട്ടുള്ള വർക്ക് തിയറീസിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടാതെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ലൈക്ക് DH ലോറൻസ്, ഹെൻറി മില്ലർ, നോർമൻ മെയിലർ ആൻഡ് ജീൻ ജാനറ്റ്, ഇവരുടെയൊക്കെ വർക്കുകളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനുള്ളിലുള്ള മെയിൽ സെന്റേർഡ്നെസ്സിനെ അല്ലെങ്കിൽ മെയിൽ പെർസ്പെക്റ്റീവിനെ, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള മെയിൽ പെർസ്പെക്റ്റീവിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈ വർക്കുകളിലെല്ലാം. പ്രത്യേകിച്ച് സെക്ഷൽ പൊളിറ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ കേറ്റ് മില്ലറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ അഡ്രസ് ചെയ്തിരിക്കുന്ന റൈറ്റേഴ്സ് DH ലോറൻസ് ഉണ്ട്, ഹെൻറി മില്ലർ ഉണ്ട്, നോമൻ മെയിലർ ഉണ്ട്, ഇവരെയൊക്കെ ഓർത്ത് വെച്ചുള്ള ആ പേരുകളൊക്കെ. ഇനി അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് വേവിന്റെ അടുത്ത ഫേസിലേക്ക് നമ്മൾ പോകുമ്പോൾ 1969 ശേഷമുള്ള ഒരു ഫേസിലാണ് അടുത്തത് ഫെമിനിസത്തിന്റെ മറ്റൊരു മേജർ എക്സ്പാൻഷൻ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. എ കൈൻഡ് ഓഫ് എൻ എക്സ്പ്ലോഷൻ ഓഫ് ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സ്. 69 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കണ്ടംപറേരിയസ് ടു പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. അതുകൊണ്ട് തന്നെ feminism started to kind of find affinity with all these major literary movements or artistic movements like postmodernism and post-structuralism. ഒരു proliferation of feminist approaches ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. 1969 ശേഷം emerged a great variety of critical vantage point of psychoanalysis, Marxist and diverse post-structuralist approaches. See, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1960s ശേഷം നമ്മൾ കാണുന്ന മേജർ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിന്റെ എമർജൻസ് ആണ്, അറൈവൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചുകളാണ്. അതായത് നമ്മുടെ ടോട്ടൽ ഫിലോസഫിക്കൽ അപ്രോച്ചിൽ വളരെ കാതലായിട്ടുള്ള, വളരെ
വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ്. സോ ദാറ്റ് ഷിഫ്റ്റ് വാസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ ഫെമിനിസ്റ്റ് ലിറ്റററി തിയറീസ്. ഈ സൈക്കോ അനാലിസിസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ലക്കാന്റെ സൈക്കോ അനാലിസിസ് ആണ്. കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോ അനാലിസിസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ മാർക്സിസം, സൈക്കോ അനാലിസിസ്, അതുപോലെ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറികളിൽ നിന്നും അവരുടേതായിട്ടുള്ള ഒരു ഡെറിവേഷൻ അല്ലെ അവരുടേതായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എ തിയററ്റിക്കൽ ഔട്ട്പുട്ട് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ ഫോമിലും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫെമിനിസത്തിന്റെ ഫോമിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. ഓക്കെ, സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസിന് പുതിയ മാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള പുതിയ പുതിയ വർക്കുകൾ വരുന്നത് ഈ സമയത്താണ്, അല്ലെങ്കിൽ പുതിയ മൂവ്മെന്റ്സ് വരുന്നത് ഈ സമയത്താണ്. പ്രധാനമായിട്ടും അവർ അറ്റാക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള 3 അസംഷൻസ് ഉണ്ട്. അത് പോസ്റ്റ് മോഡേണിസവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 3 അസംഷൻസ് ആണ്, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. 3 അസംഷൻസ് ആണ് ആ കാലഘട്ടത്തിലെ തിയറികളിൽ നമ്മൾ മെയിൻ ആയിട്ടും കാണുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് എമേർജ് ചെയ്ത തിയറികളെല്ലാം തന്നെ വാദിച്ചിരുന്ന 3 കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 3 കോമൺ ഫീച്ചേഴ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അവരുടെ എല്ലാവരുടെയും ആർഗ്യുമെന്റിൽ നിന്നും. ഒന്നാമതെന്ന് വെച്ചാൽ ദ ബേസിക് വ്യൂ ദാറ്റ് വെസ്റ്റേൺ സിവിലൈസേഷൻ ഈസ് പെർവേഴ്സീവ്ലി പെട്രിയാർക്കൽ. അതായത് ഒരു കൈൻഡ് ഓഫ് അഡ്മിഷൻ ആണ് ശരിക്കും. അതായത് ദേ ഹാവ് കൺഫേംഡ് ദാറ്റ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് പെർവേഴ്സീവ്ലി പെട്രിയാർക്കൽ ആണ്, വളരെ ഡീപ്ലി പാട്രിയാർക്കൽ ആണ്, വളരെ ഡോമിനേറ്റിംഗ്ലി പാട്രിയാർക്കൽ ആണ്, വളരെ ഇന്റിമിനേറ്റിംഗ്ലി പാട്രിയാർക്കൽ ആണ്. സോ ആ ഒരു ഫീച്ചർ അവർ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഐ മീൻ അക്സെപ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഈസ് ഓൾറെഡി എൻ എസ്റ്റാബ്ലിഷ്ഡ് ഐഡിയ ബൈ ദാറ്റ് ടൈം. ഇറ്റ്സ് എ മെയിൽ സെന്റേർഡ്, കൺട്രോൾഡ് ബൈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇത് തന്നെയാണ്. അതായത് ഏത് ഫാമിലി എടുത്താലും, റിലീജിയൻ എടുത്താലും, പൊളിറ്റിക്സ് എടുത്താലും, ഇക്കണോമിക്സ് എടുത്താലും, സോഷ്യൽ, ലീഗൽ, ആർട്ടിസ്റ്റിക്, ഏതൊക്കെ ഡൊമൈൻ എടുത്താലും ഇതെല്ലാം പെട്രിയാർക്കലാണ് എന്നുള്ള ഒരു ആശയം അവിടെ വളരെ ശക്തമായിട്ട് വാദിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഐഡിയോളജിക്കലി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പെട്രിയാർക്കൽ സിസ്റ്റത്തിനെതിരെയുള്ള ഈ ഒരു ഐഡിയ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഐഡിയ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈറ്റിംഗ് ആയിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡ് നമ്മൾ ഈ കാലഘട്ടത്തിലെ തിയറികളെല്ലാം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ജെൻഡറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അനാട്ടമി അനുസരിച്ച് നമുക്ക് ആണിനെയും പെണ്ണിനെയും, അതായത് മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് വളരെ 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 സ്പെസിഫിക് ആയിട്ട് നമുക്ക് വിഭജിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ അപ്പുറത്ത് ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിവിഷനെ തന്നെ, അതായത് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു ഡിവിഷനെ തന്നെ വളരെ സെൻട്രൽ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ടേം ആയിട്ട് ജെൻഡർ ആ സമയം അല്ലെങ്കിൽ മാറിയിട്ടുണ്ടായിരുന്നു. 1950s അല്ലെങ്കിൽ 60s എത്തിയപ്പോഴത്തേക്ക് ഇപ്പോഴും അത് തന്നെയാണ് ശരിക്കും നിലനിൽക്കുന്ന ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡറും സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ഒരു ഡീമാർക്കേഷൻ വളരെ ഇന്നവിറ്റബിൾ ആണ് എന്നൊരു തോന്നൽ ആ സമയത്ത് ശരിക്കും ഉണ്ടായി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് പ്രോമിനന്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ തിയറികളെല്ലാം തന്നെ മുമ്പോട്ട് വെച്ച ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ജെൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും അനാട്ടമി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല, മറിച്ച് ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു ആശയം ഈ സമയത്ത് ആർഗ്യുമെന്റുകളിലെല്ലാം ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സിമോൺ ഡി ബോവാറുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ ശരിക്കും ഓറിയന്റഡ് ആയിട്ടുള്ള, അതായത് ഇതിൽ സെന്റേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും സിമോൺ ഡി ബോവാറിന്റെ. സോ അതാണ് രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ എല്ലാ തിയറികളും ഒരേപോലെ മുന്നോട്ട് വെച്ച അസംഷനിലും രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, അത് ശരിക്കും അത് ആക്ച്വലി ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ അർണൾഡിനെ കണ്ടപ്പോഴോ അല്ലെങ്കിൽ TS എലിയട്ടിനെ ഒക്കെ കണ്ടപ്പോൾ, നമ്മൾ ടച്ച് സ്റ്റോൺ മെത്തേഡ് കണ്ടപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ദേ വെർ ഓൾ വെരി എന്തൂസിയാസ്റ്റിക് ടു റെഫർ ബാക്ക് ടു ദ പാസ്റ്റ്, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് വീണ്ടും തിരിച്ചുപോയി റീവിസിറ്റിംഗ് ദ പാസ്റ്റ് ആൻഡ് റിവൈവിംഗ് ദ പാസ്റ്റ് ലിറ്റററി വർക്ക്. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന വർക്കുകളെ വളരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ശരിക്കും നമ്മൾ അർണൾഡിന്റെ അല്ലെങ്കിൽ നിയോ ക്ലാസിസത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ പിന്നെ മോഡേണിസത്തിന്റെ സമയത്തൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലുള്ള ക്ലാസിക്കുകളോടുള്ള ഒരു വല്ലാത്ത അഭിനിവേശം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം 69 ശേഷം വരുന്ന ഫെമിനിസ്റ്റ് അപ്രോച്ചുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് റാഡിക്കൽ ഫെമിനിസം പോലുള്ള, അല്ലെങ്കിൽ ഗൈനോക്രറ്റിസത്തിലേക്ക് വരുമ്പോൾ ഗൈനോക്രറ്റിസം പോലുള്ള അപ്രോച്ചുകളെല്ലാം തന്നെ ഈ ക്ലാസിക്കുകൾ എന്ന് പറഞ്ഞു വെക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാറ്റഗറീസിനെ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ
ഇതുവരെ തൊടാൻ മടിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയെ രൂക്ഷമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് മൂന്നാമത്തെ അസംഷനും. അതായത് നമ്മൾ കാനൺസ്, ലിറ്റററി കാനൺസ് എന്ന് പറയുന്ന ക്ലാസിക്കൽ വർക്കുകളെ എടുത്തിട്ട് they are not actually classical, or they are not merited enough to be called classical, rather they are the product of the patriarchal ideology. അല്ലെങ്കിൽ ഈ വർക്കുകൾ നമ്മൾ ക്ലാസിക് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും മുമ്പോട്ട് വെക്കുന്ന ഈ വർക്കുകളിലെല്ലാം നമ്മൾ കാണുന്നത് ശരിക്കും പെട്രിയാർക്കൽ ഐഡിയോളജിയുടെ ഒരു എന്താ പറയുക, ഒരു പെരേഡിങ് ആണ് എന്നുള്ള ഒരു ആശയം ശരിക്കും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ എല്ലാ മൂവ്മെന്റുകളും യുനാനിമസ്ലി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു തോട്ടാണ് ശരിക്കും അത്. ക്ലാസിക്കൽ വർക്കുകൾ അല്ലെങ്കിൽ കാനൺസ്, ലിറ്ററി കാനൺസ്, നമ്മുടെ പോയിന്റ് ഓഫ് റെഫറൻസസ് എന്ന് പറയുന്ന നമ്മുടെ വർക്കുകളെല്ലാം തന്നെ പെട്രിയാർക്കൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പെട്രിയാർക്കൽ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ആശയം. അത് ഇഡിപ്പസ് ആവട്ടെ, യുളീസസ് ആവട്ടെ, ഹാംലെറ്റ് ആവട്ടെ, ടോം ജോൺസ് ആവട്ടെ, ഫോസ്റ്റ് ആവട്ടെ, ഏത് വർക്ക് എടുത്താലും ഇതിനെല്ലാം ആ ഒരു രീതിയിലുള്ള വായനയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദേ ആർ ലാക്കിംഗ് ഓട്ടോണമസ് ഫീമെയിൽ റോൾ മോഡൽസ്. അത് ഈ ക്ലാസിക്സിനെ ഇങ്ങനെ പറയാനുള്ള കാരണം പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണം വെച്ചാൽ അവരുടെ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആണ്. ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു വിമൻ ക്യാരക്ടറിനെ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമൻ ക്യാരക്ടറിനെ ഒരു മെയിൽ കൗണ്ടർ പാർട്ട് എന്ന പോലെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പല വർക്കുകളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു സ്റ്റീരിയോട്ടിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് പല ക്ലാസിക്കുകളിലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദേ വോണ്ടഡ് ടു ടേക്ക് അപ്പ് ആ ഒരു, അതായത് ഡോമിനന്റ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു റോള് ടേക്കപ്പ് ചെയ്യാനായിട്ട് വിമന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിമൻ റൈറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി പോസ്റ്റ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഭാഗമായിട്ട് 1969 ശേഷം ഉണ്ടായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള, അതായത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റുകളുടെ എല്ലാം ഭാഗമായിട്ട് ഒരുപാട് തിയററ്റിക്കൽ ഡെറിവേഷൻസ് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായി എന്ന് പറഞ്ഞു, ലിറ്റററി മൂവ്മെന്റ്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂവ്മെന്റുകളെല്ലാം നമ്മളിപ്പോ പറഞ്ഞ 3 അസംഷൻസ് മാറ്റി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ മൂവ്മെന്റുകളെല്ലാം പൊതുവെ മുന്നോട്ട് വെച്ച ചില കോമൺ ആയിട്ടുള്ള ആശയങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ മൂവ്മെന്റുകളിലേക്ക് നമുക്ക് പോവാം. ഒന്നാമതായിട്ട് എന്ന് വെച്ചാൽ ടു റീകൺസ്റ്റിറ്റ്യൂട്ട് ദ വേസ് വി ഡീൽ വിത്ത് ലിറ്ററേച്ചർ ഇൻ ഓർഡർ ടു ഡു ജസ്റ്റിസ് ടു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ. രണ്ട്, look at the way a women reads the literature of the past, resist the author's intentions and design in order to revisionary reading. By revisionary reading, identify recurrent and distorting images of women, especially in novels and poems written by men. They closely analyze the representation of women in text from the past and proposed a historical reading of the literary works from a feminist point of view. ഇതിലെല്ലാം ഈ ഫീച്ചേഴ്സ്, ഞാനിപ്പം വായിച്ച എല്ലാ ഫീച്ചേഴ്സ് എടുത്താലും അതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചറിലേക്കുള്ള തിരിഞ്ഞുപോക്ക് എന്നുള്ളതാണ്. they are actually revisiting the past literatures. As I have already mentioned in the beginning, I have already mentioned that after the 1940s, പ്രത്യേകിച്ച് സെക്കൻഡ് വേവിന്റെ തുടക്കത്തോടു കൂടി, what we find is that feminism has drastically changed from its old modus of operandi. In the initial stages, we found that they were basically engaging with political issues like issues of voting rights, issues of representation in the parliament, enough representation in the parliament, or maybe the right to publish their own works. See, these kind of very fundamental issues they were taking up. But when we see the feminism, the kind of development that it had attained after 1940s or during the second wave, we find that they have started to look into the literature as such. They have started to take literature from the past and discern it in different dimensions. They wanted to see how history represented women in the literature in the previous times, how the prominent writers from the past were represented in literature, what kind of limitations they had, and how do they be treated, how did they actually got treated in the history if they are looking at, because there are promising writers from the past. Browning was there, Jane Austen was there, a lot of writers were there in the past. പക്ഷെ അവരെയൊക്കെ എങ്ങനെയാണ് ഹിസ്റ്ററി, ഏത് രീതിയിലാണ് അവർ ഹിസ്റ്ററി മാർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു അന്വേഷണം, ഇത്തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ് ശരിക്കും ആക്ച്വലി ഈ സെക്കൻഡ് വേവ് ഫെമിനിസത്തിന് ശേഷം വരുന്ന എല്ലാ അപ്രോച്ചുകളും പൊതുവെ മുന്നോട്ട് വെച്ചത്. സോ ടു റീകൺസ്റ്റിറ്റ്യൂട്ട് ദ വേസ് വി ഡീൽ വിത്ത് ലിറ്ററേച്ചർ ഇൻ ഓർഡർ ടു ഡു ജസ്റ്റിസ് ടു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ. ഒന്ന്, ഞാൻ പറഞ്ഞതിന്റെ തന്നെ ഒരു എക്സ്പാൻഷൻ ആണത്. വേ എ വിമൻ റീഡ്സ് ലിറ്ററേച്ചർ ഓഫ് ദ പാസ്റ്റ്. എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സ്ത്രീ ഒരു ലിറ്ററേച്ചർ ഫ്രം ദ പാസ്റ്റ് എങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ
how do we define the reading procedure or method of a female reader? അതായത് ഒരു റീഡർ എന്ന് പറയുന്നത് ഒരു മെയിൽ റീഡർ എന്ന കാറ്റഗറിയിൽ നിന്നും, എന്ന ലാർജർ കാറ്റഗറിയിൽ നിന്നും, എന്ന വളരെ ജനറലൈസ്ഡ് ആയുള്ള കാറ്റഗറിയിൽ നിന്നും ഫീമെയിൽ റീഡറെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറ്റിവെച്ച് അവർ ആർഗ്യൂ ചെയ്യുന്നത് ഫീമെയിൽ റീഡർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഫീമെയിൽ ഒരു സ്ത്രീ ഒരു പുസ്തകം വായിക്കുന്നു, ഒരു സ്ത്രീ ഒരു ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു പുരുഷൻ ഒരു ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യുന്നു തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരുടെ റീഡിങ് എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം അത് ഇമോഷണൽ ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ വേവ് ലെങ്സ് വ്യത്യാസമുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചിലേക്ക് ശരിക്കും അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് ഈ സമയത്ത് ഫെമിനിസ്റ്റ് മൂവ്മെന്റിൽ കാണാൻ പറ്റും. ദ റെസിസ്റ്റ് ദ ഓതേഴ്സ് ഇന്റൻഷൻ ആൻഡ് ഡിസൈൻ ഇൻ ഓർഡർ ബൈ എ റിവിഷണറി റീഡിങ്. ഐ മീൻ, നമുക്കറിയാം പെട്രിയാർക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയ ടെക്സ്റ്റുകളാണ് പലതും പാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഒരു റീഡേഴ്സ് ഇന്റൻഷൻ, ഒരു ഓതേഴ്സ് ഇന്റൻഷൻ ഉണ്ട്, ഇൻഗ്രൈൻഡ് ആയിട്ടുള്ള ഒരു ഓതേഴ്സ് ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ട്. അതിനെ ചലഞ്ച് ചെയ്യുക ഒരു റിവിഷണറി റീഡിങ്ങിലൂടെ. ഐഡന്റിഫൈ ദ റെക്കറിംഗ് ആൻഡ് ഡിസ്റ്റോർട്ടിംഗ് ഇമേജസ് ഓഫ് വിമൻ. അതുപോലെ തന്നെ വളരെ അണ്ടർമൈനിങ് ആയിട്ടുള്ള representation of women in the past in both in poems and novels, അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. They closely analyze the representation of women text from the past and proposed historical reading of literary works. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ വായിക്കുക, അവരെ റിവൈവ് ചെയ്യുക, അവരെ അനലൈസ് ചെയ്യുക. അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഈ മൂവ്മെന്റുകളുടെ എല്ലാം പർപ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന പ്രധാനപ്പെട്ട ഒന്ന് ഗൈനോക്രിറ്റിസിസം ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഫാലഗോസെൻട്രിസം എന്ന് പറയുന്ന ഐഡിയ. അതായത് പല സ്ട്രീം ഓഫ് മൂവ്മെന്റിന്റെ ഭാഗം മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഉണ്ട്, റാഡിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, പിന്നെ ന്യൂ ഫെമിനിസം ഉണ്ട്, ന്യൂ വിമൻ മൂവ്മെന്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഇക്കോ ഫെമിനിസം ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഓഫ് ഷൂട്ട്സ് ഈ സമയത്ത്, ഫെമിനിസത്തിന്റെ ഓഫ് ഷൂട്ട്സ് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് എലൈൻ ഷോവാൾട്ടറിന്റെ ഗൈനോ ക്രിറ്റിസിസം ആണ്. ദാറ്റ് ഈസ് എ ക്രിറ്റിസിസം വിച്ച് കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ഡെവലപ്പിംഗ് എ സ്പെസിഫിക് ഫീമെയിൽ ഫ്രെയിംവർക്ക് ഫോർ ഡീലിംഗ് വിത്ത് വർക്ക്സ് റിട്ടൺ ബൈ വിമൻ in all aspects of their production, motivation, analysis and interpretation, and in all literary forms, including journals and writings. So gynocriticism എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സിനെ തന്നെയാണ് അവർ ഗൈനോക്രിറ്റിസിസം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്ക്ലൂസീവായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, വിമന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ്, ഒരു ക്രിട്ടിക്കൽ ഫ്രെയിം വർക്ക്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഫ്രെയിം വർക്ക് ഫോർ റീഡിങ് ലിറ്ററേച്ചർ ഫോർ വിമൻ, അല്ലെങ്കിൽ റീഡിങ് ലിറ്ററേച്ചർ റിട്ടൺ ബൈ വിമൻ. ആ ഒരു ആസ്പെക്റ്റിൽ, അല്ലെ ആ ഒരു രീതിയിലാണ് ശരിക്കും ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ആശയത്തെ എലൈൻ ഷോവാൾട്ടർ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പുറകിലുള്ള ഇന്റൻഷൻ എന്ന് വെച്ചാൽ എലൈൻ ഷോവാൾട്ടറിന്റെ വർക്ക് വായിച്ചാൽ തന്നെ നമുക്കറിയാം, ഹി വാസ് വെരി ക്രിട്ടിക്കൽ അബൌട്ട് ഓൾ ദി ക്രിറ്റിക്സ്, പ്രീവിയസ് ക്രിറ്റിക്സ് ലൈക്ക് അർണോൾഡ് ആവട്ടെ, എലിയറ്റ് ആവട്ടെ, എല്ലാ ക്രിറ്റിക്സിനെയും ഷീ ആക്ച്വലി അതിനുശേഷം വരുന്ന സ്ട്രക്ചറലിസ്റ്റ്, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്കുകളെ വരെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ് എലൈൻ ഷോവാൾട്ടർ. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം എന്താ, അവർ മുമ്പോട്ട് വെച്ച ആശയം എന്താ വെച്ചാൽ ആക്ച്വലി ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്, പ്രോമിനന്റ് ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഒരു മെയിൽ സെന്റേഡ്, മെയിൽ പെർസ്പെക്റ്റീവിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പാരലൽ വേർഷൻ വളരെ അത്യാവശ്യമാണ് എന്നൊരു ആശയമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് ശരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ശരിക്കും ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ആശയത്തെ അവതരിപ്പിക്കുന്നത്. ഗൈനോക്രിറ്റിസിന്റെ മേജർ കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഐഡന്റിഫൈ ഡിസ്റ്റിങ്റ്റീവ്ലി ഫീമെയിൽ സബ്ജക്ട് മാറ്റേഴ്സ് ഇൻ ലിറ്ററേച്ചർ റിട്ടൺ ബൈ വിമൻ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീമെയിൽ സബ്ജക്ട് മാറ്റേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യുക. രണ്ട്, അണ്ടർ കവർ ഇൻ ലിറ്റററി ഹിസ്റ്ററി എ ഫീമെയിൽ ട്രഡീഷൻ incorporated in sub-communities of women writers who were aware of, eliminated and found support in earlier women writers. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും. നമ്മളിപ്പോ ദളിത് ക്രിറ്റിസിസത്തിലോ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിലോ ഒക്കെ കാണുന്ന ഒരു ലിറ്റററി സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഒരു ഫീമെയിൽ ട്രഡീഷനെ അലൈൻ ചെയ്തെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫീമെയിൽ ട്രഡീഷനെ ട്രേസ് ചെയ്യുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും എലൈൻ ഷോവാൾട്ടർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് വി ഹാവ് പ്ലെന്റി ഓഫ് റൈറ്റേഴ്സ് ഇൻ ദ പാസ്റ്റ്, ഫീമെയിൽ റൈറ്റേഴ്സ് ഇൻ ദ പാസ്റ്റ്, പക്ഷെ അവരെ എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ട്, അവരെ എല്ലാവരെയും ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു ഫീമെയിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും
നമ്മുടെ ലിറ്റററി ഹിസ്റ്ററിയിൽ ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിലാണ് ശരിക്കും ഗൈനോക്രറ്റിസിസം അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ഗൈനോക്രറ്റിസം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഷോ ദാറ്റ് ദർ ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ഫെമിനൈൻ മോഡ് ഓഫ് എക്സ്പീരിയൻസ് ഓർ സബ്ജക്ടിവിറ്റി ഇൻ തിങ്കിങ്, ഫീലിംഗ്, വാല്യൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആശയമാണ്. അതായത് the category of women, they have a very special, their emotions, their thinking patterns, their feelings, their values, the way they perceive things, the way they approach their own life and others, everything is different from men. So അതുകൊണ്ട് തന്നെ whatever we have available, whatever is available to us is all created by a society which is patriarchal, and which is actually created to serve men's preferences. So അതുകൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ വേർഷൻ ഫോർ എവറിത്തിങ്, ഫോർ റീഡിംഗ് ലിറ്ററേച്ചർ, ഫോർ ക്രിട്ടിസൈസിങ് ലിറ്ററേച്ചർ, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലിറ്ററേച്ചർ, ഫോർ ജഡ്ജിങ് ലിറ്ററേച്ചർ, എല്ലാം വേണം എന്നുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വിമൻസ് ലാംഗ്വേജും അതിന്റെ ഒരു അൾട്ടിമേറ്റ് ഫോം എന്ന രീതിയിലാണ് അവർ ശരിക്കും വിമൻസ് ലാംഗ്വേജ്. ദർ ഈസ് എ വെരി പെർട്ടിക്കുലർ form of language, that is of women's language, which we can locate in female writers. അത് കുറച്ചുകൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആശയമാണ്, എങ്കിലും അവരത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് അതിൽ റേസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചിട്ട് എഴുതപ്പെട്ട കുറെ വർക്കുകളുണ്ട്, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വർക്കുകളുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന, പ്രത്യേകിച്ച് പെട്രീഷ്യ സ്പാക്സിന്റെ ഫീമെയിൽ ഇമാജിനേഷൻ, എലൻ മോസിന്റെ ലിറ്റററി വിമൻ, ഷോവാൾട്ടറിന്റെ തന്നെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, വിമൻസ് ഫിക്ഷൻ, എ ഗൈഡ് ടു നോവൽ ബൈ and about women in America, Elaine Showalter's Jury of Her Peers, American women writers from Anne Bradstreet and to Annie Proulx, Sandra Gilbert and Susan Gilbert, No Man's Land, The Place of Women Writers in the 20th Century. അതുപോലെ തന്നെ Mad Women in the Attic, കുറെ വർക്കുകളുണ്ട്. Okay, fine. Okay, engaging in the empirical and thematic studies of writing by and about women. Okay, ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഞാൻ പറഞ്ഞു, ഇത് ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ നമ്മുടെ, ഏതാണ്, ഗൈനോക്രിറ്റിസിസം came up as a kind of a response, or maybe it had imbibed a lot of influence from post-structuralist or post-modernist movements. The same way മറ്റു പല മൂവ്മെന്റുകളും ആ സമയത്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഒന്ന് ഗൈനോക്രിറ്റിസിസം ആണ്, രണ്ടാമത്തെ ക്രിസ്ത്യൻ ഫെമിനൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്, മൂന്ന് വിമൻസ് റൈറ്റിംഗ് ആണ്. സോ പക്ഷേ ഈ ഗൈനോക്രിറ്റിസത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയണേ, ഡെറിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ വരുന്ന മറ്റൊരു ഐഡിയയാണ് ശരിക്കും ഫാലഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഇതിനെ ഒരു വേറെ രീതിയിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ ഹോൾ പെട്രിയാർക്കൽ ലിറ്റററി സ്ട്രക്ചറിനെ ഒരു വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആശയം കൂടിയാണ് ഈ ഫാലഗോസെൻട്രിസം എന്ന് പറയുന്നത്. Okay, ഫാലഗോസെൻട്രിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലെയിം ദ മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ വെസ്റ്റേൺ ഡിസ്കോഴ്സ് നോട്ട് ഓൺലി ഇൻ ഇറ്റ്സ് വൊക്കാബുലറി ആൻഡ് സിന്റാക്സ് ബട്ട് ഓൾസോ in the rigorous rules of logic, its productivity for fixed classification and opposition, and its criteria for what is traditionally considered to be valid evidence or objective knowledge. So ഈ ഫാലഗോസെൻട്രിസം എന്ന് പറയുന്ന ആശയം ശരിക്കും അത് മെയിൽ സെന്റേർഡ്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 69 ശേഷം വന്ന എല്ലാ ക്രിട്ടിക്കുകളെയും സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം ഒരു മെയിൽ സെന്റേർഡ്നെസ്, അല്ലെങ്കിൽ അതിലെല്ലാം ഈ മെയിൽ ഈ പെട്രിയാർക്കി എന്ന് പറയുന്നത് അത്ര പെർവേഴ്സീവ് ആണ്. അപ്പൊ എല്ലായിടത്തും പെട്രിയാർക്കിയുടെ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും എന്നൊരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഫാലഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഒരു സെന്റേർഡ്നെസ്, ഒരു മെയിൽ സെന്റേർഡ്നെസ് ഈസ് വെരി എവിഡന്റ്, very explicit in whatever field we are looking at, or whatever things that we are considering. ഒന്നും എക്സംപ്റ്റഡ് അല്ല അതിൽ നിന്നും എന്നുള്ള ഒരു ആശയമാണ് ശരിക്കും ഫാലഗോസെൻട്രിസം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തെ ഫെമിനിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ എംപിരിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ തിമാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡികളാണ് ശരിക്കും ഈ കാലഘട്ടത്തിലെ ഫെമിനിസ്റ്റുകൾ മുമ്പോട്ട് വെച്ചത്. ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ ലുക്ക്ഡ് ഇൻ ടു ദ റോൾ ഓഫ് ജെൻഡർ ഇൻ റൈറ്റിംഗ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫെമിനിസ്റ്റ് ലുക്ക്ഡ് ടു ഡെമോൺസ്ട്രബിൾ എവിഡൻസ് ദാറ്റ് എ മെയിൽ ബയസ് ഈസ് എൻകോഡഡ്, അല്ലെങ്കിൽ റാഡിക്കൽ ക്ലെയിം ഓഫ് ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ തന്നെ ഫാലഗോസെൻട്രിക് ആസ്പെക്ട് ഓഫ് ലിറ്ററേച്ചർ, ആ രീതിയിൽ പല ഡൈമെൻഷൻസിൽ ഈ
ഐ മീൻ ലിറ്ററേച്ചറിന്റെ റെപ്രസെന്റേഷനെ അല്ലെങ്കിൽ ഫീമെയിൽ റെപ്രസെന്റേഷനെ കുറിച്ച് പല രീതിയിലുള്ള ആശയങ്ങൾ ആ സമയത്ത് പല മൂവ്മെന്റ്സും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്ന ഇക്രിച്ചിയോ ഫെമിനൈൻ എന്ന് പറയുന്ന ഫെമിനൈൻ എന്ന് പറയുന്ന ഹെലൈൻ സിസുവിന്റെ ഒരു ഒരു ഒരാശയമാണ്, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഒപ്പീനിയൻ ആണ്, ഒരു കോൺസെപ്റ്റ് ആണ്. സിസു ആക്ച്വലി posits the existence of an incipient feminine writing or Eccriture feminine has its source in mother, in the stage of mother-child relation before the child acquires a male-centered verbal language. ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഹെലൻ സിസു ഇത് അവതരിപ്പിക്കുന്നത്. അതായത് ഇതൊരു സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസവുമായിട്ട് വളരെ ക്ലോസ്ലി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് ശരിക്കും ഇത്. എന്താണ് സിസു പറയുന്നതെന്ന് വെച്ചാൽ, ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് പാറ്റേൺ, ഒരു റൈറ്റിംഗ് ഡിസ്കോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ ലക്കാന്റെ തിയറി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ചൈൽഡ്, ലക്കാന്റെ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ചൈൽഡിന്റെ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്ന നമ്മുടെ 3 സ്റ്റേജസ് ഉള്ള തിയറി, സിംബോളിക്, മിറർ സ്റ്റേജ്, ഇമാജിനറി സ്റ്റേജ്. ഈ സ്റ്റേജ് വരുന്ന ഈ തിയറി ശരിക്കും ആർഗ്യൂ ചെയ്യുന്നതനുസരിച്ച് സിംബോളിക് ഇമാജിനറി സ്റ്റേജിന്റെ സമയത്ത്, അതായത് പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജിന്റെ സമയത്ത് ശരിക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസസും ഇല്ല. ഫാദർ ഫിഗറിന്റെയും മദർ ഫിഗറിന്റെയും, അതായത് പെട്രിയാർക്കിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു സമയത്തില്ല. കാരണം ലാംഗ്വേജിലൂടെയാണ് എല്ലാ രീതിയിലുള്ള ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസസും ഒരാളിലേക്ക് കടന്നു വരുന്നത് എന്ന ആശയമാണ് ശരിക്കും ലക്കാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോ സിസുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആശയത്തിന്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ based on that argument, she is telling that before we acquire the language is basically patriarchal. So before we acquire the language, there is a bond between the mother and child. That relationship actually has a potential element of feminine writing. ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ആക്ച്വലി ബിലോങ്ങിങ് ടു ദാറ്റ് കാറ്റഗറി ഓഫ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഫെമിനിയൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി ആ ഒരു കുട്ടിയിൽ ഉണ്ട് എന്നാണ് ശരിക്കും ഹെലൻ സിസു ആർഗ്യൂ ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മദറും ചൈൽഡും മാത്രം ഉള്ള ഒരു എക്സ്ക്ലൂസീവ് സ്പേസ് ആണ്. ആ ഒരു സ്പേസിൽ കുട്ടി അക്വയർ ചെയ്യുന്ന എന്തൊക്കെയാണോ കുട്ടി അക്വയർ ചെയ്യുന്നത്, ഏതൊക്കെ ആർട്ടിക്കുലേഷൻ സ്കിൽസ് ആണോ കുട്ടി അക്വയർ ചെയ്യുന്നത്, അതെല്ലാം മദർ സെൻട്രിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസിനെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ഒരു ഫേസ് ആയിട്ട്, അത് വളരെ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടും അവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ആശയത്തെയാണ് ശരിക്കും ഇക്രിച്ചിയോ ഫെമിനൈൻ എന്ന് പറയുന്നത്. ഒരു മദർ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് സിസ്റ്റം, അല്ല ഫെമിനൈൻ റൈറ്റിംഗ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു ആശയം, അത് ലൂഷി എറിഗറയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. വിമൻസ് റൈറ്റിംഗ് ദാറ്റ് evades the male monopoly and risk of appropriation into the existing system by establishing as its generative principle in place of a monolithic phallus the diversity, fluidity and multiple possibilities inherent in the structure and erotic functioning of the female sexual organs and erogenous zones and the distinctive nature of female sexual experience. Basically റിഗറുടെ ഈ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതൽ അതും ഒരു സൈക്കോ അനാലിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതും അറ്റാക്ക് ചെയ്യുന്നത് ശരിക്കും ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിനെ തന്നെയാണ്, മെയിൽ സെന്റേർഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിനെ തന്നെയാണ് ഇതും അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ആശയം എന്ന് പറയുന്നത് കോറ എന്ന് പറയുന്ന ആശയമാണ്. ജൂലിയ ക്രിസ്റ്റോവ തന്നെ ആർഗ്യൂ ചെയ്യുന്ന ഒരു ആശയമാണ് കോറ എന്ന് പറയുന്നത്. ആർഗ്യൂഡ് കോറ ഓർ പ്രീ ലിംഗ്വിസ്റ്റിക് ഓർ പ്രീ ഈഡിപ്പൽ ഓർ അൺസിസ്റ്റമാറ്റൈസ്ഡ് സിഗ്നിഫൈങ് പ്രോസസ് സെന്റേർഡ് ഓൺ ദ മദർ വിച്ച് ഈസ് സെമിയോട്ടിക്. അത് ശരിക്കും ഇറ്റ്സ് ഓൾമോസ്റ്റ് അനലോഗസ് ടു ദി പ്രീവിയസ് വൺ. നമ്മുടെ ഇക്രിച്ചിയോ ഫെമിനൈനുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അത് സെയിം സെൻസ് തന്നെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, രണ്ട് ആശയങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇനി 80s ശേഷം ദ ലാസ്റ്റ് ഫേസ് ഓഫ് ഫെമിനിസം, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടംപററി ഫേസ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1980s ശേഷമാണ്. A number of feminist critics have used post-structuralist positions and sections to challenge the category of women and other founding concepts of feminism itself. They emphasize the inherent linguistic instability in the basic concept of women or the feminine, as well as the diversities within these uniform
female identities. രണ്ട്, he elaborate the views that fundamental, ഇതയാണ് കേട്ടോ, elaborate the fundamental features which define gender are social and cultural products that produce the illusory effect of being natural. മൂന്ന്, ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന തിയറിയാണ്. ബേസിക്കലി 1980s ശേഷം വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിയുടെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് തിയറി നമുക്കറിയാം, തിയറി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഓൾവേസ് സെൽഫ് ക്രിട്ടിക്കൽ. തിയറിയുടെ ഒരു ഏറ്റവും വലിയ ശാപവും ഏറ്റവും വലിയ ഒരു ഫീച്ചറും അത് തന്നെയാണ്. തിയറി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഓൾവേസ് ക്രിട്ടിക്കൽ ഓഫ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. നമ്മൾ എന്താണ് തിയറി? തിയറി ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പൊസിഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്, ശരിക്കും ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ അല്ലെ ഒരു വിമൺ ഇഷ്യൂസ്, വിമൺ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസ്, ഓൾ ദോസ് അട്രോസിറ്റീസ് ഓർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ, അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? വി ക്രിയേറ്റ് എ തിയറി, വി തിയറൈസ് all these problems into kind of a very consolidated argument. അതിനെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ആദ്യത്തെ സ്റ്റേജിലെ കൺസോളിഡേഷന് ശേഷം തിയറിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയറി വിൽ ബി മൂവിങ് ഓൺ അഗെയിൻ, ഫൈൻഡിങ് പ്രോബ്ലംസ് വൺ ആഫ്റ്റർ അനദർ. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തിയറി വിൽ ബി ആക്ച്വലി ബീയിങ് റിഫ്ലക്റ്റീവ് ഓൺ ഇറ്റ്സ് ഓൺ തിയററ്റിക്കൽ പൊസിഷൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ബിഫോർ. അതിന്റെ ഭാഗമായിട്ട് അത് വീണ്ടും അതുണ്ടാക്കിയ പൊസിഷൻസിനെ തന്നെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. സ്ട്രക്ചറലിസത്തിൽ നിന്നും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിലേക്ക് പോകുമ്പോഴും പോസ്റ്റ് സ്ട്രക്ചറിൽ നിന്നും പോസ്റ്റ് തിയറിയിലേക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു സെൽഫ് ക്രിട്ടിസൈസിങ് ടെൻഡൻസി ഓഫ് ദ തിയറിയാണ്. തിയറി അതുകൊണ്ട് തന്നെയാണ് തിയറിയുടെ ശരിക്കുമുള്ള ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തിയറി വഴി തന്നെയാണ്. ഒരു തിയറിയുടെ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആ തിയറി വഴി തന്നെയാണ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 1980s ശേഷം ഫെമിനിസത്തിന് സംഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സെക്കൻഡ് വേവ് ഫെമിനിസത്തിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു എലീറ്റ് ക്ലാസിന്റെ ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളതാണ്. അതായത് they had no such a kind of exclusion of varieties of category of women or their experiences, like black feminism, black women's experiences പലയിടത്തും അഡ്രസ് ചെയ്യപ്പെട്ടില്ല, ട്രൈബൽ വിമന്റെ എക്സ്പീരിയൻസസ് പലയിടത്തും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പർ മിഡിൽ ക്ലാസ് വിമന്റെ പ്രോബ്ലംസ് ജനറലൈസ് ചെയ്തുകൊണ്ട് അതാണ് വിമൻസ് പ്രോബ്ലംസ് എന്ന രീതിയിലുള്ള ഒരു അവതരണം മുമ്പോട്ട് വരികയും അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ ട്രഡീഷണൽ ഫെമിനിസം അല്ലെങ്കിൽ സെക്കൻഡ് വേവ് ഫെമിനിസത്തെയൊക്കെ വളരെ ശക്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള റാഡിക്കൽ ഫെമിനിസം പോലുള്ള ഫെമിനിസ്റ്റ് കോൺസെപ്റ്റുകൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. സോ അത് 1980s ശേഷം നമ്മൾ കാണുന്ന മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. രണ്ട് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആശയത്തിനെയാണ്. കൾച്ചർ ഒരു കൺസ്ട്രക്റ്റ് ആണ്, ജെൻഡർ ഒരു കൺസ്ട്രക്റ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ടിവിറ്റിയും ഐഡന്റിറ്റിയും എല്ലാം ഒരു കൺസ്ട്രക്റ്റ് ആണ് എന്നൊരു ആശയം, അതൊരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആശയമാണ്. അപ്പൊ ആ ആശയത്തിന്റെ ഒരു ഡോമിനേഷൻ ഫെമിനിസത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് മേജർ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത് ജൂഡിത്ത് ബട്ട്ലറിന്റെ രണ്ട് വർക്കുകളാണ്. ഒന്ന് ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന വർക്കും രണ്ട് ബോഡീസ് ദാറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്ന വർക്കും. ഈ രണ്ട് വർക്കുകളാണ് ശരിക്കും ഈ കൺസ്ട്രക്ഷൻ, കൾച്ചറൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരികയും കൾച്ചറൽ സ്റ്റഡീസും ഫെമിനിസവും തമ്മിൽ ഒരു ക്ലോസ് ഒരു ബൈൻഡിങ് കൊണ്ടുവരികയും ചെയ്യുന്നത്. ബട്ട്ലറിന്റെ തിയറികളിൽ തന്നെ നമ്മൾ കാണുന്ന ലിംഗ്വിസ്റ്റിക് തിയറികളാണ് കൂടുതലായിട്ടും, ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആണ് ബേസിക്കലി വരുന്നതെങ്കിലും അതിലെല്ലാം നമ്മൾ കാണുന്നതും ഈ ഒരു മൂവ്മെന്റ് ആണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയും, കൾച്ചറൽ കൺസ്ട്രക്റ്റ് ആണ് നമ്മുടെ മീനിങ്ങുകളെല്ലാം എന്ന ഒരു ആശയത്തിലേക്കുള്ള ഊന്നിയുള്ള ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ചാണ് നമുക്ക് അതിലെല്ലാം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്വിയർ തിയറിയുടെ ഒരു എമർജൻസും ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ ഓഫ് ഫെമിനിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഞാൻ കുറച്ച് നോട്ട്സ് കൂടെ തരാം. കുറച്ച് എക്സ്ട്രാ മൂവ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അത് ഞാൻ ആഡ് ചെയ്തിട്ട് നോട്ട് കൂടെ തരാം. സോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പ്രൊസീഡ് ചെയ്യും. നമ്മൾ ബാക്കി റിവിഷൻ പോസ്റ്റ് മോഡേണിസവും മോഡേണിസവും ഞാനിപ്പോൾ എടുത്തു തീർക്കും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നൗ യു ക്യാൻ റേസ്. No, sir. Okay, fine. We'll move on to the next one. Okay, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes. Modernism and postmodernism.
നമ്മളന്ന് ഈ സ്ലൈഡ് പഠിച്ചപ്പോൾ വി ആക്ച്വലി എക്സ്പ്ലോർ ദിസ് കോൺസെപ്റ്റ്സ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ്, ഹൗ ഈസ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മളത് പഠിച്ചത്. സോ ആ രീതിയിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് ശരിക്കും മോഡേണിസത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണ് നമുക്ക് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് പോകുന്നത്. സോ വാട്ട് ഈസ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചു കഴിയുമ്പോൾ ദർ ആർ മെനി ആൻസേഴ്സ് ഫോർ ദാറ്റ്. ലൈക്ക് ഞാനിത് 2 കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നാണ്. ഒന്ന് മേക്ക് ഇറ്റ് ന്യൂ, 2 ഓൺലി കണക്ട്. ഇത് രണ്ടും മോഡേണിസത്തിന്റെ സോൾ ആണ് ശരിക്കും. 2 ഫണ്ടമെന്റൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മോഡേണിസം. മേക്ക് ഇറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ there was a crave for making it new, there was a crave for originality, or there was a crave for change. That is what we find in all change from the old system to the new one, because the society was rapidly changing and people were started to think about coping up with, they were stunned to see the kind of material change happening around them, so they were not ready to cope up with these things. They could not make sense of what is happening around them. So അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചിനുണ്ട്, മെറ്റീരിയൽ ചേഞ്ചിനനുസരിച്ചുള്ള ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള അവരുടെ പെർസെപ്ഷന്റെ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവ് നമുക്ക് അതിനെ കാണാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് E.M. ഫോസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൺലി കണക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് they started to feel like they have lost their connections, they have lost their intimacy, or they have lost their the communal life, the kind of intimacy or the kind of sentiments that they had as a society, as a community, as a collective. So അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവ്, ഈവൻ ഇൻ ദ ഫാമിലീസിൽ ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള എന്തോ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള, കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ മാറ്റത്തിലേക്കുള്ള തുടക്കത്തിന്റെ ഭാഗമായിട്ട് അതിനെ റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു കൺഫ്യൂഷൻ, ഇതിനെയൊക്കെയാണ് ശരിക്കും മോഡേണിസം ആദ്യം റെപ്രസെന്റ് ചെയ്തത്, അല്ലെങ്കിൽ അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ലിറ്ററേച്ചറിൽ. എ ക്യാച്ച് ഓൾ ടേം ഫോർ ഓൾ ദി സ്കൂൾസ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ടൈം ബിറ്റ്വീൻ 1990s ആൻഡ് 1945. നമുക്കറിയാം ഒരു ബ്രോഡർ ടേമാണ്. സിംബലിസം ഉണ്ട്, ഇംപ്രഷനിസം ഉണ്ട്, പോസ്റ്റ് ഇംപ്രഷനിസം, ഈസ്തറ്റിസിസം, ഡിക്കഡൻസ്, ഫ്യൂച്ചറിസം, ക്യൂബിസം, കൺസ്ട്രക്റ്റിവിസം, എക്സ്പ്രഷനിസം, ഒരുപാട് മൂവ്മെന്റ്സ് ഇതിന്റെ ഭാഗമായിട്ട്, ഒരുപാട് അവൻഗാർഡ്സ്, ഒരുപാട് ഫിൻഡിസൽസ്, ഒരുപാട് മൂവ്മെന്റ്സ് ഇതിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. 2, എ കൾച്ചറൽ അപ്ഹെവൽ വിച്ച് ഫ്ലറിഷ്ഡ് predominantly in Europe and US from arguably around the last quarter of 19th century to no less debatedly around the start of Second World War. ഈ ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ മോഡേണിസത്തെ ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. The inherited modes of ordering a literary work, which assumed a relatively coherent and stable social order, could not accord with the immense panorama of futility and anarchy which is contemporary history. അത് വളരെ സിമ്പിളായിട്ട് എന്താണ് ശരിക്കും മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ഇത്ര പറയുന്നുള്ളൂ. അതായത് ട്രഡീഷണൽ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാമായിട്ട്, വളരെ ശാന്തമായിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടായിട്ടുള്ള മാറ്റം, അബ്രപ്റ്റ് ആയിട്ടുള്ള മാറ്റം, വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്നും ലിറ്ററേച്ചറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വെഞ്ചറിന്റെ ഭാഗമാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ചേഞ്ചിനെ കൺസ്യൂം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ചേഞ്ചിനെ കൺസീവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ദ ഇമ്മൻസ് പനോരമ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് അനാർക്കി വിച്ച് ഈസ് കണ്ടംപററി ഹിസ്റ്ററി. അതായത് ആ സമയത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്മൻസ് പനോരമ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് അനാർക്കി. സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, ഡിപ്രഷൻ, റൈസ് ഓഫ് നാഷണലിസം, ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൺസീവ് ചെയ്യാൻ പഴയ മോഡ് ഓഫ് ലിറ്ററേച്ചറിന് സാധിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു മോഡ് ഓഫ് ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ്, അതിന്റെ ഔട്ട്പുട്ടാണ് ശരിക്കും മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ആർട്ട് എന്ന് പറയുന്നത്. Movements represent modernist culture's uncompromising confrontation with and sense of severance from the conventions and states of both mass society and governing elite, and its determination to rebuild the new and renew the art. Why? എന്തുകൊണ്ടാണ് മോഡേണിസം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മോഡേണിസം ഉണ്ടായത്? ഒന്ന് മാസ് മോഡേണിറ്റി, 2 കട്ടിംഗ് എഡ്ജ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ബിക്കോസ് ഓഫ് ദ കൾച്ചേഴ്സ് അൺകോംപ്രമൈസിങ് കൺഫ്രണ്ടേഷൻ വിത്ത്, അത് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പാരലൽ റെവല്യൂഷൻസ്, ഫ്രോയിഡിന്റെ റെവല്യൂഷൻ ഇൻ സൈക്കോ അനാലിസിസ്, ബെർഗ്സൺ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തങ്ങൾ, കാൾ മാർക്സിന്റെ ഫിലോസഫി, ഡാർവിന്റെ ഫിലോസഫി, ഇതുപോലുള്ള ഒരുപാട് ഫിലോസഫിക്കൽ മെറ്റീരിയലിസ്റ്റിക് ചേഞ്ചസ്, സയന്റിഫിക് ഇന്നോവേഷൻസ്, ഇതെല്ലാം ഈ ചേഞ്ചിന്റെ ഡ്രൈവേഴ്സ് ആയിരുന്നു.
The Findizel's anxiety, the corruption of imperialism and colonialism, urban chaos, political extremism, degenerations, and inability to discover the truth. Response towards the inability of traditional art form and represent the reality. The failure of enlightenment project. ഇതൊക്കെയാണ് ശരിക്കും ഈ മോഡേണിസത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. How did it operate? ഓക്കെ, ഡിസ്റ്റിങ്റ്റീവ് ചേഞ്ച് ഇൻ സബ്ജക്ട്. എങ്ങനെയാണ് മോഡേണിസം ശരിക്കും ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ മോഡേണിസത്തെ എങ്ങനെയാണ് ലിറ്ററേച്ചർ ഡീല് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഈ പാർട്ടിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ്, എന്തൊക്കെ രീതിയിലുള്ള കൺവീനിയൻസസ് ആണ് ലിറ്ററേച്ചർ അന്ന് മുമ്പോട്ട് വെച്ചത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഉണ്ടായത് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് മോഡേണിസത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് ഇൻ ഓർഡർ ടു അക്കോമഡേറ്റ് ദീസ് ചേഞ്ചസ്. ഒന്ന്, ഡിസ്റ്റിങ്റ്റീവ് ചേഞ്ച് ഇൻ സബ്ജക്ട്, ഫോം, സ്റ്റൈൽ ആൻഡ് കണ്ടന്റ് ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ബോട്ട് ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റിലുള്ള എല്ലാ രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ കാണുന്നത്. എക്സ്പെരിമെന്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ആൻഡ് ടൈം സച്ച് ആസ് സഡൻ ജംപ്സ്, ടെമ്പറൽ എക്സ്പോസിഷൻ, സൈമിൾട്ടേനിറ്റി ഓർ കൺസെൻസ് ദ ഡ്യൂറേഷൻ. പ്രത്യേകിച്ച് സ്ട്രീം ഓഫ് കോൺഷ്യസ് നോവൽസ് വരുന്നു. An age of renewal in poetry and novel emphasizes on characters' consciousness, memory and perception. Techniques as free, indirect style, interior monologue, open-ending, making of use of ellipsis, ambiguity and കോംപ്ലക്സിറ്റി. ഇതൊക്കെയാണ് ലിറ്ററേച്ചർ എക്സ്പെരിമെന്റ് ചെയ്ത മോഡേണിസ്റ്റ് സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. മേജർ റൈറ്റേഴ്സ് influence the modernist emergence of literature. വാൾട്ടർ പീറ്റർ പെയിന്റർ ആയിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റർ ആയിരുന്നു. രണ്ട് ഫ്രഞ്ച് റൈറ്റേഴ്സ് ലൈക്ക് ഷാൾസ് ബോഡ്ലെയർ, യൂൾസ് ലെഫേർഗ്, സ്റ്റീഫൻ മലാമി. പിന്നെ ഫിലോസഫിക്കലി നോക്കുമ്പോൾ നീച്ചെ, മാർക്സ്, ഫ്രോയിഡ്, ഫ്രേസർ, ജെയിംസ് ജി ഫ്രേസർ, പുള്ളിയുടെ പ്രത്യേകിച്ച് ഗോൾഡൻ ബൗ, ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സമയത്തെ മോഡേണിസത്തിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള വർക്കുകളാണ്. മേജർ പ്രാക്ടീഷണേഴ്സിലേക്ക് വരുമ്പോൾ നോവലിൽ നമ്മൾ കാണുന്ന ജോയ്സ് ഉണ്ട്, വെർജീനിയ വൂൾഫ്, ജോസഫ് കോൺറാഡ്, ഹെൻറി ജെയിംസ്, DH ലോറൻസ്, ഫോർഡ് മോഡക്സ്ഫോർഡ്, മാർഷൽ പ്രൗസ്റ്റ്. നെയിംസ് എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കോൺട്രാഡിന്റെ പ്രത്യേകിച്ച് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് റൈറ്റിംഗ് ആണ്. ലൈക്ക് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വർക്കാണ്, വളരെ കൺഫെഷണൽ കൈൻഡ് ഓഫ് വർക്കാണ്. Okay, experiments with abrupt temporal and spatial shifts in the presentation of narrative information and with many long gaps in exposition or seeing digressions. ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. ജെയിംസ് ജോയ്സ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്റർ ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റ്, പോർട്രേറ്റ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഹിങ്മാന്, ഇന്റീരിയർ മോണോലോഗിന്റെ യൂസ്, ഇൻഡയറക്ട് ഡിസ്കോഴ്സസിന്റെ യൂസ്. ഫിനഗൻസ് വേക്കിലേക്ക് വരുമ്പോൾ മൾട്ടിലിംഗ്വൽ, പണ്ണിങ്, എൻഡ്ലെസ്ലി ഇന്റർടെക്സ്ച്വൽ നോവലാണത്. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ്. അതുപോലെ തന്നെ ഫിനഗൻസ് വേക്കിനാണ് നമ്മൾ സെനത്ത് ഓഫ് മോഡേണിസം എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലും ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇറ്റ് വാസ് ലൈക്ക് വി കാൺട്ട് റീഡ് ദാറ്റ് വർക്ക് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫോർമൽ എക്സ്പെരിമെന്റ്സ്. പിന്നെ വരുമ്പോൾ വൂൾഫിലേക്ക് വരുമ്പോൾ ജേക്കബ് സ്ട്രൂം, മിസിസ് ഡാളോവേ, ടു ദ ലൈറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെർജീനിയ വൂൾഫിന്റെ വർക്കുകൾ, മോഡേണിസ്റ്റ് വർക്കുകൾ. ഈ വർക്കുകളിലെല്ലാം നമ്മൾ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക്, സെൽഫ് കോൺഷ്യസ് യൂണിവേഴ്സ്, നോട്ട് സൊസൈറ്റി, നീദർ സൊസൈറ്റി നോർ യൂണിവേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റാദർ ഹ്യൂമൻ ബീങ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് മൈൻഡ്, എക്സ്ചേഞ്ചസ് ഇൻ ദ മൈൻഡ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു രീതിയിലേക്ക് ലിറ്ററേച്ചർ കൂടുതൽ ഇറങ്ങി വന്നു എന്ന് പറയാം. came to the roots of thoughts, like came to the minds, downstreams of minds. സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന റിയലിസ്റ്റിക് നോവലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മാറ്റമായിരുന്നത്. ലോറൻസിന്റെ വർക്കുകൾ, സൺസ് ആൻഡ് ലവേഴ്സ്, റെയിൻബോ, വിമൻ ഇൻ ലവ്, ബക്കറ്റിന്റെ വർക്കുകൾ, ജീൻ റൈസിന്റെ വർക്ക്, മാൽക്കം ലോവറി, എലിസബത്ത് ബോവൻ, ഫ്ലാൻ ഒബ്രിയൻ, അങ്ങനെയുള്ള മേജർ റൈറ്റേഴ്സ് ആണ് ഞാൻ ആ സമയത്ത് കൊടുത്തിരിക്കുന്നത്. പോയിട്രിയിലേക്ക് വരുമ്പോൾ ഓവർത്രോയിങ് കൺവെൻഷണൽ ഫോംസ് ആൻഡ് മൂവിങ് ടുവേർഡ്സ് ഫ്രാഗ്മെന്റേഷൻ, ഫ്രീ വേഴ്സ്, കോംപ്ലക്സ് അല്യൂഷൻസ് ആൻഡ് പാറ്റേണിങ്, പേഴ്സണൽ ഡിസ്കോഴ്സസ് ഓഫ് പർപ്പസ്ഫുള്ളി ഒബ്സ്ക്യൂർ. ഒരുപാട് അല്യൂഷൻസ്, മെയിനായിട്ട് അല്യൂഷൻസ് ഒരുപാട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റെഫറൻസസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഫ്രാഗ്മെന്റേഷൻ കാണാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ T.S. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് തന്നെയാണ്. വേസ്റ്റ് ലാൻഡ് എഡിറ്റ് ചെയ്ത് ഇസ്രാ പൗണ്ട് ആണ്. പിന്നെ ഇസ്രാ പൗണ്ടിന്റെ ഇമേജിസം ആ സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് ആണ്, മോഡേണിസത്തിന്റെ ഭാഗമായിട്ടുള്ള മൂവ്മെന്റ് ആണ്. എലിയറ്റിന് തന്നെ പ്രൂഫ് റോക്കോ ആൻഡ് അതർ ഒബ്സർവേഷൻസ്, വേസ്റ്റ് ലാൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോഡേണിസ്റ്റ് വർക്കാണ്. ഈ ഒരു എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഫ്രാഗ്മെന്റേഷനും അല്യൂഷൻസും പാറ്റേണിങ്ങും പേഴ്സണൽ ഡിസ്കോഴ്സസും എല്ലാം നമുക്ക് കാണാൻ പറ്റും ആ ഒരു വർക്കിൽ. ഓക്കെ, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണിസം. ഇൻഡിവിജ്വലിസം ഞാൻ ഓൾറെഡി പറഞ്ഞു. സൊസൈറ്റിയിൽ നിന്നും ഇൻഡിവിജ്വൽ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ സൊസൈറ്റി എന്നുള്ള ആശയത്തിലേക്കുള്ള ഒരു വരവ്.
എക്സ്പെരിമെന്റേഷൻ, മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഫ്രീ ഫോം, ഓൾഡ് ഫോംസ്, ടെക്നിക്സിലുള്ള എക്സ്പെരിമെന്റ്സ്, ഫോംസിലുള്ള എക്സ്പെരിമെന്റ്സ്, അബ്സേർഡിറ്റിയുടെ വരവ് കൂടുതൽ. ഐ മീൻ പ്രത്യേകിച്ച് നമ്മൾ ബക്കറ്റിന്റെ ഒക്കെ ഡ്രാമയിലാണ് കാണുന്നത്. അബ്സേർഡിറ്റിയുടെ വരവ്, എക്സിസ്റ്റാൻഷ്യലിസ്റ്റ് മൂവ്മെന്റ്, ഡാഡായിസ്റ്റ് മൂവ്മെന്റ്, സിംബലിസം, ഫോമലിസം, ഫോമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോമലിസ്റ്റിലേക്കുള്ള വരവ്, ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിന്റെ, ഐ മീൻ മോഡേണിസം എന്ന് പറയുന്ന ലാർജർ മൂവ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. മോഡേണിസ്റ്റിൽ നിന്ന് നമ്മൾ പോസ്റ്റ് മോഡേണിസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരു ഷിഫ്റ്റിനെ പലപ്പോഴും നമ്മൾ കണ്ടിന്യൂവേഷൻ ആയിട്ടും ബ്രേക്ക് അവേ ആയിട്ടും ഒക്കെ കാണാറുണ്ട്. പക്ഷേ അതൊരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. പല രീതിയിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ്. മോഡേണിസത്തെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഡേണിസത്തിന്റെ പല ടെനറ്റ്സിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, അതിന്റെ പല പൊസിഷൻസിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു പോക്കാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വരുമ്പോൾ. ബിക്കോസ് ദർ ഈസ് നോ പോസ്റ്റ് മോഡേണിസം വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ മോഡേണിസം, വിത്തൗട്ട് മോഡേണിസം. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കണ്ടിന്യൂവേഷൻ ആസ് സച്ച്. പോസ്റ്റ് മോഡേണിസം ക്യാപിറ്റലിസവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ചേഞ്ചിന്റെ അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറും ക്യാപിറ്റലിസവുമായിട്ടുള്ള ഒരു ബന്ധം പോലെ തന്നെ പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും, ക്യാപിറ്റലിസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന ആശയം അത്രയും ശക്തമായിട്ട് വരുന്നത്. മാർക്കറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പോസ്റ്റ് മോഡേണിസം ഈ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ അപ്ഹെവലിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഒരു മിഡിൽ ക്ലാസിന്റെ, ഒരു പുതിയ മിഡിൽ ക്ലാസിന്റെ ഫോർമേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കൾച്ചറൽ ചേഞ്ച് തന്നെയാണ് പോസ്റ്റ് മോഡേണിസത്തിൽ നമ്മൾ കാണുന്നത്. പോസ്റ്റ് മോഡേണിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഡിക്ഷൻ എന്ന് പറയുന്നത് വാല്യൂ ജഡ്ജ്മെന്റിനെ നെഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ലൈക്ക് there are like morality, there are certain things like which we never consider to change. Post-structuralist and postmodern critics, those theories set many unresolved problems regarding value judgment, slated in one of the few figures from that camp to engage with this issue in some. Okay, value judgment becomes a problem. Sorry, ഡെഫിനിഷൻ പോലെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, വേണ്ട. വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് നമ്മുടെ പൊസിഷൻസിനെ, നമ്മുടെ മൊറാലിറ്റിയെ, നമ്മുടെ വാല്യൂസിനെ ശരിക്കും കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തുന്ന ആശയങ്ങളുടെ ഒരു സെന്ററിനെയാണ് ശരിക്കും വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് there are certain things that we consider as unmovable or something that lasts forever, constant. അത്തരത്തിലുള്ള ആശയങ്ങളെയാണ്, അത് മൊറാലിറ്റിയുമായിട്ടും മതവുമായിട്ട് ബന്ധപ്പെടുന്ന അത്തരത്തിലുള്ള ആശയങ്ങളാണ് ശരിക്കും നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ when it comes to post structuralism അല്ലെങ്കിൽ post modernism, we find that all these value judgments are relative and it is based on culture or situation or time or people at that point of time. The cultural features characteristic of Western society in the aftermath of artistic forms since early. Okay, postmodernity എന്ന് പറയുന്നത്, postmodernity asserts itself from the 1950s with the exhaustion of the high modernist projects reflecting the work of Samuel Beckett among the others and huge cultural impact on television. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ലിറ്റററി ജാനേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന മേജർ പോസ്റ്റ് മോഡേണിസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പാരഡി, പാസ്റ്റിച്ച്, സ്കെപ്റ്റിസിസം, ഐറണി, ഫാറ്റലിസം, ദ മിക്സിംഗ് ഓഫ് ഹൈ ആൻഡ് ലോവർ കൾച്ചറൽ അല്യൂഷൻസ്, an indifference to the redemptive mission of art as conceived by the modernist pioneers. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ലിറ്റററി ജാനറിൽ നമ്മൾ കാണുന്ന മോഡേണിസ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പാരനോയ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ. Okay, postmodernism thus favors random play rather than purposeful action, surface rather than depth, inconclusiveness rather than closure. അതൊക്കെ പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിന്റെ അപ്രോച്ചിന്റെ പ്രത്യേകതകളാണ് ശരിക്കും. നോവലിസ്റ്റുകളിലേക്ക് വരുമ്പോൾ വ്ളാഡിമിർ നബോക്കോവ് ഉണ്ട്, ജോൺ ബാർത്ത് ഉണ്ട്, തോമസ് പിഞ്ചിയൻ, കർട്ട് വോണഗട്ട്, പോൾ ഓസ്റ്റർ ആൻഡ് ജോൺ ഫോൾസ്, ആഞ്ചല കാർട്ടർ, ജൂലിയൻ ബാൻസ്, പീറ്റർ അക്രോയിഡ്, സൽമാൻ റുഷ്ദി, ജെനിറ്റ് വിന്റർസൺ, ബോഹസ്, ഓക്കെ, അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ്, ഇറ്റാലിയോ കാൽവിനോ, ഇവരൊക്കെ ശരിക്കും പോസ്റ്റ് മോഡേണിസ്റ്റ് കാറ്റഗറി ഓഫ് റൈറ്റേഴ്സിൽ പെടുന്ന ആൾക്കാരാണ്. പോസ്റ്റ് മോഡേണിറ്റി മീൻസ് ദ എൻഡ് ഓഫ് മോഡേണിറ്റി in the sense of those grand narratives of truth, reason, science, progress and universal emancipation which are taken to characterize modern thought from the Enlightenment onwards.
സോ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എന്താണ് പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത്? മോഡേണിറ്റി എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊണ്ടത്? ട്രൂത്തിന് വേണ്ടിയിട്ട്, നെറേറ്റീവ് ട്രൂത്ത്, ഗ്രാൻഡ് നെറേറ്റീവ്സിന് വേണ്ടിയിട്ടാണ് മോഡേണിറ്റി നിലകൊണ്ടത്. റീസണിന് വേണ്ടിയിട്ടാണ് മോഡേണിറ്റി നിലകൊണ്ടത്. സയൻസിന് വേണ്ടിയിട്ടാണ് മോഡേണിറ്റി നിലകൊണ്ടത്. സയന്റിഫിക് പ്രോഗ്രസിന് വേണ്ടിയിട്ട്, യൂണിവേഴ്സൽ എമാൻസിപ്പേഷന് വേണ്ടിയിട്ടാണ് മോഡേണിറ്റി നിലകൊണ്ടത്. അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ശരിക്കും, അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് ശരിക്കും പോസ്റ്റ് മോഡേണിറ്റി വരുന്നത്. They expose us the dangerously absolute faith that our varied contingent form of life and knowledge can be grounded in some single ultimate impeachable principle, reason or law of history, technology or modes of production, political utopia or universal human nature. അതായത് ബേസിക്കലി അവർ അബ്സല്യൂട്ടുകളെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അതായത് അവർ വേരിഡ് കണ്ടിജന്റ് ഫോം ഓഫ് ലൈഫ് ആൻഡ് നോളജ് ക്യാൻ ബി ഗ്രൗണ്ടഡ് ഇൻ അതൊരു ആശയമാണ്. അതായത് നമ്മുടെ ലൈഫ് ഈസ് ടോട്ടലി ബേസ്ഡ് അപ്പോൺ സംതിങ് ദാറ്റ് ഈസ് ലൈക്ക് കോൾഡ് റീസൺ ഓർ എ ലോ ഓഫ് ഹിസ്റ്ററി ഓർ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ ഓറിയന്റഡ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, ഒരു ഫെയ്ത്തിനെ ശരിക്കും ഒരു ചലഞ്ച് ചെയ്യുകയാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസത്തിൽ. അവർ ഫോംസ് ഓഫ് ലൈഫ് ആർ റിലേറ്റീവ്, അൺഗ്രൗണ്ടഡ് ആൻഡ് സെൽഫ് സസ്റ്റൈനിങ്, മെയ്ഡ് അപ്പ് ഓഫ് മിയർ കൾച്ചറൽ കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് വിതൗട്ട് എനി ഐഡന്റിഫൈബിൾ ഒറിജിൻ ഓർ ഗ്രാൻഡോയിസ് ഗോൾ. പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ആശയങ്ങളെയും, ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനിയോളജിക്കൽ ക്ലെയിംസ് എന്ന് പറയാം. റേസിസത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഒരു ക്ലെയിം ആണ് ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത്, ഉത്ഭവം എന്ന് പറയുന്നത്. സോ എല്ലാ രീതിയിലുള്ള ഒറിജിൻ തിയറികളെയും ക്രിട്ടിസൈസ് ചെയ്യുക. അതായത് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര പ്രൗഡ്ലി പറയുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഒറിജിൻ വളരെ മീനിയൽ ആയിട്ടുള്ള ഒരു ഒറിജിനാണ്, അല്ലെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഒറിജിനാണ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പോസ്റ്റ് മോഡേണിസം പലപ്പോഴും ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ഫോംസ് ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന റിലേറ്റീവ് ആണ്, സെൽഫ് സസ്റ്റൈനിങ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന റിലേറ്റീവ് ആണ്. അതുപോലെ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൾച്ചറൽ കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ്. ഇതെല്ലാം കൾച്ചറിന്റെ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഓൾറെഡി ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ കൾച്ചറൽ ക്രിയേഷന്റെ ഭാഗമാണ് എന്നുള്ള ഒരു പോയിന്റ് കൂടി അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ദർ ഈസ് നോ ഓവർ ആർച്ചിങ് ടോട്ടാലിറ്റി, റാഷണാലിറ്റി ഓർ ഫിക്സഡ് സെന്റർ ടു ഹ്യൂമൻ ലൈഫ്. അതായത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു നോഷനും ഹ്യൂമൻ ലൈഫിലില്ല, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നോളജ് ഈസ് റിലേറ്റീവ് ടു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് ആ ഒരു കൾച്ചറിന്റെ ക്രിയേഷനാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ക്രിയേഷനാണ്. അത് നാളെ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ, കൾച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വരുമ്പോൾ ആ നോളജ് മിക്കവാറും ഒന്നേ നള്ളിഫൈ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ആ നോളജ് വേറെ രീതിയിലേക്ക് മാറ്റപ്പെടാം. അതായത് നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൂത്തും എല്ലാം അതിൽ പെടും, ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം അതിൽ പെടും. അതെല്ലാം മാറ്റത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ആശയം പിന്നീട് അവർ മുമ്പോട്ട് വയ്ക്കുന്നു. ട്രൂത്ത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷന്റെ, വ്യാഖ്യാനത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ട്രൂത്ത് ആണ്. ദർ ഈസ് എൻ ആർഗ്യുമെന്റ് ഓൾവേസ് ബിഹൈൻഡ് എ ട്രൂത്ത്. സോ ആർഗ്യുമെന്റ് ആണ് ട്രൂത്തിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. ആ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൊസൈറ്റിയുടെ ആ പർട്ടിക്കുലർ ടൈമിലെ കൾച്ചറിന്റെ, ആ പർട്ടിക്കുലർ ടൈമിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഇൻഫ്ലുവൻസിൽ നിന്നും ഉണ്ടാവുന്നതാണ് എന്നുള്ള ഒരു ആശയമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഹ്യൂമൻ സബ്ജക്ട് ഈസ് ആസ് മച്ച് എ ഫിക്ഷൻ ആസ് ദ റിയാലിറ്റി ഹി ഓർ ഷീ കണ്ടംപ്ലേറ്റ്സ്, എ ഡിഫ്യൂസ്ഡ് സെൽഫ് ഡിവൈഡഡ് എൻറ്റിറ്റി വിത്തൗട്ട് എനി ഫിക്സഡ് നേച്ചർ ഓർ എസൻസ്. അതായത് ഹ്യൂമനിസം മുൻപോട്ട് വെച്ച ഹ്യൂമൻ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതുകയാണ് പോസ്റ്റ് മോഡേണിസം ചെയ്യുന്നത്. അങ്ങനെയൊന്നില്ല. എസെൻഷ്യൽ നേച്ചർ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്ങിന് ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന ഒരു ആശയത്തെ മുമ്പോട്ട് വയ്ക്കുകയും ഹ്യൂമൻ ബീങ് ഒരു ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള, സെൽഫ് ഡിവൈഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസത്തിൽ ചെയ്യുന്നത്. സോ ഇതാണ് പോസ്റ്റ് മോഡേണിസവും മോഡേണിസവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസും അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളും. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും